അഹമ്മദാബാദിലെ ദാരുണമായ വിമാനാപകടം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. 2 എഞ്ചിനുകളും നിലച്ച് ശക്തി നഷ്ടപ്പെട്ട വിമാനം മുഴുവൻ ഇന്ധനവുമായി തകർന്നു വീണ് കത്തിയമർന്നപ്പോഴുണ്ടായ ഞെട്ടലിൽ നിന്നും ഇനിയും നാം മുക്തി നേടിയിട്ടില്ല. അന്നു മുതൽ ധാരാളം തിയറികൾ കറങ്ങി നടക്കുന്നുണ്ട്. ബോയിങ് കമ്പനിയുടെ അനാസ്ഥ, വിമാനത്തിൻ്റെ കുഴപ്പം, അട്ടിമറി, പൈലറ്റിൻ്റെ പിഴവ്, അങ്ങനെ പലതും. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇത് ഇനിയും കൂടുതൽ കൃത്യതയോടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? അപ്പോൾ റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം, അതായത് 2025 ജൂൺ 12 ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ബോയിങ് സ്റ്റാർലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം അഹമ്മദാബാദ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണ് 260 യാത്രക്കാർ വെന്തു മരിച്ചത്. വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഇടയ്ക്ക് വെച്ച് ഓഫായി പോയതിനാൽ ആവശ്യത്തിനുള്ള ത്രസ്റ്റ് ലഭിച്ചില്ല. അങ്ങനെ താഴെ വീണ് തകരുകയായിരുന്നു. 2 എഞ്ചിനുകളും എങ്ങനെ ഒരേ സമയം തകരാറിലായി എന്നതായിരുന്നു ഇതിലെ ഏറ്റവും ദുരൂഹമായ കാര്യം. അത് ഏതാണ്ട് അസാധ്യമാണ്. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനപ്രവാഹം നിലച്ചിരുന്നു. അതുകൊണ്ടാണ്. ഇതിന് 2 സാധ്യതകളേ ഉള്ളൂ. ഇന്ധന സപ്ലൈ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ നിന്നുപോയി. അങ്ങനെ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുന്നത് നിലച്ചു. ഇന്ധനം ലഭിക്കാതെ എഞ്ചിനുകൾ നിന്നു. ചിറകുകളിലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. വിമാനം കൂപ്പുകുത്തി. എഞ്ചിനുകൾ നിന്നു എന്നതിന് ആദ്യം തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നു. എഞ്ചിനുകളിൽ നിന്നാണ് വിമാനത്തിന് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നത്. ഇത് നിലച്ചാൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ടർബൈൻ താഴേക്ക് ഇറങ്ങി വരും. അത് കാറ്റിൻ്റെ വേഗത കൊണ്ട് കറങ്ങി അതുമായി ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ കറക്കി വൈദ്യുതി ഉണ്ടാക്കും. റാം എയർ ടർബൈൻ അഥവാ റാറ്റ് എന്നാണ് ഇതിന് പറയുക. 2 എഞ്ചിനുകളും നിലച്ചാൽ മാത്രമേ റാറ്റ് താഴേക്ക് വരികയുള്ളൂ. ഈ വിമാനത്തിൻ്റെ റാറ്റ് ഇറങ്ങി വന്നിരുന്നു. അതിനർത്ഥം 2 എഞ്ചിനുകളും നിലച്ചിരുന്നു എന്ന് തന്നെയാണ്. മറ്റൊന്ന്, പൈലറ്റ് ATCക്ക് നൽകിയ മെയ്ഡേ സന്ദേശത്തിൽ നോ ത്രസ്റ്റ് എന്ന് പറയുന്നു. അതിനർത്ഥവും എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊരു സാധ്യത, പൈലറ്റ് മനഃപൂർവ്വം എഞ്ചിനുകൾ ഓഫ് ചെയ്തു. വെറുതെ അങ്ങ് കൈതട്ടിയാൽ ഓഫാകുന്നതല്ല ഇതിൻ്റെ സ്വിച്ചുകൾ. പൈലറ്റിൻ്റെ മുന്നിലെ കൺസോളിൽ സുപ്രധാന സ്ഥാനത്ത് തന്നെയാണ് ഈ സ്വിച്ചുകൾ ഉള്ളത്. അതിന് സുരക്ഷാ മാർഗങ്ങളുണ്ട്. വേണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചാൽ മാത്രമേ അവ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. വിമാനം റൺവേയിലൂടെ ഓടുമ്പോഴും പറന്നുയരുമ്പോഴും എഞ്ചിനുകൾ പ്രവർത്തിച്ചിരുന്നു. അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല. ആരാണ് എഞ്ചിനുകൾ ഓഫ് ചെയ്തത്? അറിയില്ല, ഞാനല്ല എന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ നിമിഷങ്ങൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ? ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 7 മിനിറ്റും 37 സെക്കൻഡും ആയപ്പോൾ റൺവേയിലേക്ക് നീങ്ങിത്തുടങ്ങിയ വിമാനം റൺവേയുടെ അറ്റത്തെത്തി മുന്നിലേക്കോടി ടേക്ക് ഓഫിന് തൊട്ട് മുമ്പുള്ള വേഗമായ 153 നോട്ട്സിൽ എത്തുന്നത് 1 മണി കഴിഞ്ഞ് 8 മിനിറ്റും 33 സെക്കൻഡും ഉള്ളപ്പോൾ. നോട്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നോട്ടിക്കൽ മൈൽ എന്നാണ്. 2 സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ 155 നോട്ട്സിലെത്തി. പിന്നെയും 4 സെക്കൻഡ് കഴിഞ്ഞ് 1 മണി 8 മണി 39 സെക്കൻഡിന് വിമാനം നിലം വിട്ടുയർന്നു. വീണ്ടും മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ വേഗം 162 നോട്ട്സാണ്. അതും കഴിഞ്ഞ് അത് 180 നോട്ട്സിലെത്തിയപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞ് 8 മിനിറ്റും 42 സെക്കൻഡും. ഉടൻ തന്നെ വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനപ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും 1 സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു. ഇടതുവശത്തെ എഞ്ചിൻ സ്വിച്ച് 1 ആദ്യവും വലതുവശത്തെ എഞ്ചിൻ സ്വിച്ച് 2 രണ്ടാമതും. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് ആകുന്നതേയുള്ളൂ. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു. ഞാനല്ല എന്ന് മറ്റേ പൈലറ്റ് ഉത്തരം പറയുന്നു. ആരോട് ചോദിച്ചു എന്നത് വ്യക്തമല്ല. അത് ഇനിയും പുറത്തു വരേണ്ട വസ്തുതയാണ്.
എന്തായാലും ആരോ ഒരാൾ എഞ്ചിനുകൾ ഓഫ് ചെയ്തിരിക്കുന്നു. ഇതാണ് കോക്പിറ്റ് വോയിസിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള പ്രക്രിയ തുടങ്ങി. വിമാനത്തിൻ്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു. എന്തായാലും ഓഫാക്കി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും, അതായത് 1 മണി 8 മിനിറ്റ് 52 സെക്കൻഡ്, ഒന്നാം എഞ്ചിൻ്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി. വീണ്ടും ഒരു 4 സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു, അതായത് ഓണാക്കി. എഞ്ചിൻ ഓഫാക്കി 13 സെക്കൻഡിന് ശേഷം ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തനസജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയം എടുക്കുമെന്ന് വ്യക്തമായിരുന്നു. എന്തായാലും ആപത്തടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് 1 മണി 9 മിനിറ്റ് 5 സെക്കൻഡിന് മെയ്ഡേ 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 എന്ന സന്ദേശം ATCയിലേക്ക് എത്തി. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? 2 പൈലറ്റുമാരുടെയും നടുവിലുള്ള കൺസോളിലാണ് ലിവറുകളും സ്വിച്ചുകളും ഉള്ളത്. ക്യാപ്റ്റൻ്റെ വലതുവശത്തും കോ പൈലറ്റിൻ്റെ ഇടതുവശത്തും. ഇരുവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ. ക്യാപ്റ്റൻ ഇരിക്കുക ഇടതുവശത്തും കോ പൈലറ്റ് വലതുവശത്തുമാണ്. ടേക്ക് ഓഫ് കോ പൈലറ്റാണ് നിയന്ത്രിച്ചിരുന്നത്, ക്യാപ്റ്റൻ മേൽനോട്ടവും. അങ്ങനെയാണ് പൊതുവെ പ്രോട്ടോക്കോൾ. ആകപ്പാടെയുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ക്യാപ്റ്റന് തന്നെയാണ്. ഇടതുവശത്ത് ക്യാപ്റ്റൻ, വലതുവശത്ത് കോ പൈലറ്റ്. ഇതാണ് ക്രമം. വിമാനം റൺവേ വിട്ടുയരുന്നു. എഞ്ചിനുകൾ പൂർണ്ണ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. നിലം വിട്ടുയർന്ന് 4 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ പ്രധാന പൈലറ്റ് ആദ്യം ഇടത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ, വലത് കൈ ആദ്യം എത്തുന്ന സ്ഥലം അവിടെയല്ലേ, അങ്ങോട്ടല്ലേ. അത് ഓഫ് ചെയ്ത് 1 സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ എഞ്ചിനും ഓഫ്. ഇത് നടക്കുമ്പോൾ രണ്ടാമത്തെ കോ പൈലറ്റിൻ്റെ ശ്രദ്ധ മുന്നിലേക്ക് മാത്രമാണ്. അദ്ദേഹമാണ് ഈ ടേക്ക് ഓഫ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പ്രധാന പൈലറ്റിൻ്റെ കൈകൾ സ്വിച്ചുകളിലേക്ക് പോകുന്നതും പ്രവർത്തിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ടേക്ക് ഓഫ് കഴിഞ്ഞ് ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്കെടുക്കൽ, ഫ്ലാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ത്രസ്റ്റ് ഉറപ്പാക്കൽ, അങ്ങനെ പല കാര്യങ്ങളും ടേക്ക് ഓഫിനോടനുബന്ധിച്ച് ചെയ്യേണ്ടതുള്ളതിനാൽ അയാളുടെ ശ്രദ്ധ പൂർണ്ണമായും അവിടേക്ക് മാത്രമാണ്. വിമാനത്തിൻ്റെ ത്രസ്റ്റ് നഷ്ടമായപ്പോൾ മാത്രമാണ് കോ പൈലറ്റ് ശ്രദ്ധിച്ചതും എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചതും ഞാനല്ല എന്ന് മറ്റേയാൾ പറഞ്ഞതും. അപകടം മനസ്സിലാക്കി എഞ്ചിനുകൾ വീണ്ടും ഓൺ ചെയ്തതും മെയ്ഡേ സന്ദേശം അയച്ചതും കഴിയുന്നതും വിമാനത്തിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചതുമെല്ലാം ആ കോ പൈലറ്റ് ആയിരിക്കണം. എഞ്ചിനുകൾ ഓണായി ത്രസ്റ്റ് വീണ്ടെടുത്തു വരാൻ 2 മുതൽ 2.5 മിനിറ്റ് വരെ ആവശ്യമാണ്. പക്ഷേ കേവലം 600 അടി മാത്രം ഉയർന്ന വിമാനത്തിന് ആ സമയം കിട്ടിയില്ല. അതിനിടയിൽ എഞ്ചിനുകൾ ഓഫായപ്പോൾ റാറ്റും പുറത്തേക്ക് വന്നു. നോക്കൂ, മുമ്പ് പറഞ്ഞതുപോലെ വെറുതെ ഒന്ന് കൈതട്ടിയാൽ അബദ്ധത്തിൽ ഓഫാകുന്ന സ്വിച്ചുകളല്ല അത്. മുകളിൽ ഇങ്ങനെ പുറകിലേക്ക് വലിച്ചിട്ട് വേണം അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും. കൂടാതെ ഇവയ്ക്ക് സുരക്ഷാ ഗാർഡുകളുമുണ്ട് 2 സൈഡിലും. അതായത് വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ലാതെ ഫ്യൂവൽ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതേ സുഹൃത്തുക്കളെ, 15,000 മണിക്കൂറിലധികം വിമാനം പറത്തിയ അനുഭവസമ്പന്നനായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണ് ഇതിലെ വില്ലൻ എന്ന നിഗമനത്തിൽ തന്നെ നമുക്ക് ദുഃഖത്തോടെ എത്തേണ്ടി വരും. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്, നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ അവിശ്വസനീയമായ പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിലൊന്നാണിത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. സഹ പൈലറ്റായ നിർഭാഗ്യവാനായ ക്ലൈവ് കുന്ദറിന് 3000 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആവശ്യത്തിന് ഉയരമില്ലായിരുന്നതുകൊണ്ടും എഞ്ചിൻ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ അതിലേറെ സമയം ആവശ്യമുണ്ടായിരുന്നതുകൊണ്ടും ആ വിമാനം താഴെ വീണ് തകർന്നു. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത് ബോയിങ്ങിനെ രക്ഷപ്പെടുത്താനുള്ള കോൺസ്പിറസി തിയറി അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യം തന്നെ മേൽ പറഞ്ഞതുപോലെയുള്ള ഒരു ആത്മഹത്യാ സാധ്യത തോന്നിയിരുന്നു എങ്കിലും അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ ചെയ്യില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റ് സാധ്യതകളായിരുന്നു നാം എല്ലാം അന്വേഷിച്ചത്. അത് നമ്മുടെയൊക്കെ
കേവല മാനവികതയുടെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ലോജിക്കലായുള്ള നിഗമനം ഇങ്ങനെയാണ്. പക്ഷേ എന്തിന്? ഒരു വലിയ ചോദ്യമാണത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കരുതേണ്ടത്. എങ്കിൽ ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ? എന്തിനാണ് ഇത്രയും നിരപരാധികളെ കൂടി കൊലയ്ക്ക് കൊടുത്തത് എന്നാവും സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സുകൾ ചലിക്കുന്നത്, പ്രത്യേകിച്ച് ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നവർ, ഒരിക്കലും കോമൺ ലോജിക്കിന് വഴങ്ങുന്ന തരത്തിലല്ല. ആ ലോജിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ലല്ലോ. കാമുകൻ്റെ ഒപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന അമ്മമാരും സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യുന്ന പിതാക്കന്മാരും ആശയത്തിനു വേണ്ടി സ്വയം പൊട്ടിത്തെറിച്ച് നിരപരാധികളെ കൊല്ലുന്നവരും എല്ലാമുള്ള ലോകമാണ്. മനുഷ്യ മനസ്സിനെ പൂർണ്ണമായും വിശകലനം ചെയ്യാനുള്ള ഒരു ടെക്നോളജിയും ഇന്ന് വരെ ഇല്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. താൻ ഇല്ലാതായാൽ സ്വന്തം കുടുംബത്തിൻ്റെയും മക്കളുടെയും ഗതി എന്താകും എന്ന് പോലും ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുമോ? പൈലറ്റുമാർ ഓരോ യാത്രയ്ക്ക് മുമ്പും മാനസിക ശാരീരിക പരിശോധനകൾക്ക് വിധേയമാകണം. അവർ തലേന്ന് ആവശ്യത്തിന് ഉറങ്ങിയിട്ടുണ്ടോ, എന്തു ഭക്ഷണമാണ് കഴിച്ചത്, മദ്യപിക്കുന്നവരാണെങ്കിൽ അവസാനം മദ്യപിച്ചത് എപ്പോഴാണ്, അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്നതെല്ലാം പരിശോധിക്കും. ഏതെങ്കിലും ക്യാബിൻ ക്രൂ എനിക്ക് സുഖമില്ല എന്നറിയിച്ചാൽ ആ നിമിഷം ലീവ് അനുവദിക്കും. കാരണം ഇവരുടെ ആരോഗ്യവും മാനസിക നിലയും ഏവിയേഷനിൽ അത്രത്തോളം പ്രധാനമാണ്. ക്യാപ്റ്റൻ സബർവാളും ക്ലൈക്കുന്തറും ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതാണ്. പ്രസന്നവദനരായി ചുറുചുറുക്കോടെ തന്നെയാണ് വിമാനത്തിൽ കയറിയത്. എന്നിട്ടും ബോയിങ് കമ്പനിയുടെ അനാസ്ഥ, ലാഭക്കൊതി എന്നതൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം പറഞ്ഞൊഴിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ലോകത്തിൽ പറക്കുന്ന യാത്രാവിമാനങ്ങളിൽ 45% ഏതാണ്ട് പകുതിയോളം ബോയിങ് ആണ്. ലോകമാകമാനം ഏതാണ്ട് 10,000 ബോയിങ് വിമാനങ്ങൾ വിവിധ എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 1100 വിമാനങ്ങൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനറുകളാണ്. ഈ ഡ്രീം ലൈനർ സീരീസിലെ വിമാനങ്ങൾക്ക് സംഭവിക്കുന്നതിൽ ആദ്യത്തെ അപകടമാണിത്. ഒരു വിമാന കമ്പനി ഏറ്റവും പരമപ്രാധാന്യം കൊടുക്കുന്നത് സുരക്ഷയ്ക്ക് തന്നെയാണ്. ടെക്നിക്കൽ ഫെയിലിയർ കാരണം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ അവയെല്ലാം പരിഹരിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി മുൻപോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമായി ഈ ഏവിയേഷൻ മാറിയത്. ഈ വിമാനങ്ങളുടെ ഫ്യൂവൽ സ്വിച്ചുകൾക്ക് വളരെ അപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് 2018 റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിങ്ങനെ തനിയെ ഓഫാവുകയും ഓണാവുകയും ചെയ്യുകയല്ല, ചെറിയ ചെറിയ മാൽ ഫങ്ഷൻസ്. അത് ബോയിങ് കമ്പനി കറക്റ്റ് ചെയ്തു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിമാനത്തിൻ്റെ ഫ്യൂവൽ കൺട്രോൾ വാൽവുകൾക്ക് തെറ്റായ നിർദ്ദേശം സോഫ്റ്റ്വെയറിൽ നിന്ന് പോയി ഇന്ധന സപ്ലൈ കുറഞ്ഞു. അങ്ങനെയുള്ള ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫേറ്റലായിട്ടില്ല. ഈ സാധ്യതകളെല്ലാം ഉണ്ടെങ്കിലും മാനുവലായി മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചുകൾ എങ്ങനെ ഓഫായി, എന്തിനാണത് ഓഫ് ചെയ്തത് എന്ന സംഭാഷണം, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നാം ഒന്നും ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ആ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ്. വീണ്ടും പറയുന്നു, മനുഷ്യ മനസ്സുകൾ എപ്പോൾ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. എയർ ഇന്ത്യ എന്നാൽ ആളെ കൊല്ലി എന്ന രീതിയിൽ ആസൂത്രിതമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ വ്യോമയാന രംഗം വലിയ വളർച്ചയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഇതിനെ തകർക്കാൻ ഈ നിർഭാഗ്യകരമായ സംഭവത്തെ ഉപയോഗിച്ചുള്ള ആസൂത്രിത ശ്രമങ്ങളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.